സുഹൃത്തുക്കളെ, ഞാൻ വീഡിയോയിൽ വന്നത് ലീഗിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചിട്ട്, ലീഗിനേക്കാൾ പ്രയാസപ്പെടുകയാണ് ഒരു മതേതരവാദി എന്ന നിലയിൽ. അപ്പോൾ നമുക്കറിയാം, ലീഗിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയിൽ ലീഗ് വഖഫിന് വേണ്ടി പോരാടുക, കേരള നിയമസഭയിൽ ഇരുന്നു കൊണ്ട് വഖഫിന് അനുകൂലമായി ഇടതുപക്ഷം കൊണ്ടുവന്നുള്ള ബില്ലിനെ അനുകൂലിക്കുക. എന്താണ് വഖഫ്? പിന്നെ മറ്റേ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അവരുടെ ധർമ്മഷ്ഠരായിട്ടുള്ളവർ സംഭാവന ചെയ്തിട്ടുള്ള ഭൂമി, ആ ഭൂമി കൈകാര്യം ചെയ്യാൻ അവർക്കല്ല അധികാരം. ഹിന്ദു ട്രസ്റ്റുകളിലോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ട്രസ്റ്റുകളിലോ മറ്റ് സമുദായക്കാരെ അംഗങ്ങളാക്കുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുക്കുമ്പോൾ ലീഗിൻ്റെ മാത്രം കാര്യമാണോ? ലീഗിന് എത്ര വോട്ടാണ് കേരളത്തിൽ കിട്ടിയത്? ആകെ കേരളത്തിലെ ന്യൂനപക്ഷം എത്രയാണ്? 93,60,000 മുസ്ലിം ന്യൂനപക്ഷം കേരളത്തിലില്ലേ? 26% മുസ്ലിം ന്യൂനപക്ഷമുണ്ട് കേരളത്തിൽ. അതിൽ ഒട്ടവകാശമുള്ള വിഭാഗങ്ങളിൽ ഒരു 40 ലക്ഷത്തിൻ്റെ അടുത്തേ ലീഗിന് കിട്ടിയിട്ടുള്ളൂ. എല്ലാം ലീഗിൻ്റെ ഈ മുസ്ലിം ന്യൂനപക്ഷം മുഴുവൻ ലീഗാണോ? അങ്ങനെ വരുന്ന സമയത്ത് ലീഗിനെ ഈ പറയുന്ന 93,60,000 ജനവിഭാഗത്തിൻ്റെ മുഴുവൻ തീരുമാനങ്ങളെടുക്കാൻ ലീഗിന് അധികാരമുണ്ടോ? അപ്പോൾ ലീഗ് എന്ന വഖഫിൽ മറ്റേ സുപ്രീം കോടതിയിൽ എന്തിന് കക്ഷിയായിരുന്നു? ആ മുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ കൊണ്ടുവരാമെങ്കിൽ 2-3 മെമ്പർമാരെ പ്രശ്നമായിരിക്കും. ഒന്ന് ഹംസയുടെ പ്രശ്നമായിരിക്കും, അവർ പുറത്താക്കിയ ആളാണ് ഹംസ. ഉമർ ഫൈസി അവരെ വല്ലാണ്ട് വിമർശിക്കുന്ന ആളാണ്. വേറെ ചില സുന്നി പണ്ഡിതന്മാരും അവരെ എതിർക്കുന്നവർ. അത് അങ്ങനെ വ്യക്തികൾക്ക് വിരോധമായിട്ട് ഈ വലിയൊരു സമൂഹത്തിനെ വരുന്ന, ഇന്ത്യയിൽ ആകെ വരുന്ന 24 കോടിയോളം വരുന്ന 14% വരുന്ന ന്യൂനപക്ഷങ്ങൾ, 24 കോടിയോളം വരുന്ന വിഭാഗത്തിൻ്റെ വിഷയങ്ങൾ കൈകാര്യ സമയത്ത് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിന് ഏകദേശം ചെറിയൊരു സ്വാധീനം ചെലുത്താൻ പറ്റുന്ന കേരളത്തിൽ എടുക്കുന്ന നിലപാടുകൾ ഭരണത്തിന് വേണ്ടി എല്ലാം വെള്ളം ചേർക്കുന്നത് ശരിയാണോ? മുസ്ലിം ന്യൂനപക്ഷ നില ചിന്തിക്കുന്ന യുവതിയുവാക്കളെങ്കിലും ആലോചിക്കണം ഈ വിഷയം. വടക്കേ ഇന്ത്യയിലെ ജനങ്ങൾ ജീവിച്ചു പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ജീവൻ നിലനിർത്താൻ വേണ്ടി ജീവിച്ചു പോകുക എന്നുള്ളത് വളരെ വ്യക്തമാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത്, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്ന വിഷയങ്ങളിൽ, അവരുടെ സ്വത്തുവകകൾ, അവരുടെ വീടുകൾ, അവരുടെ പീഡിയകൾ എങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു. ഈ കേരളത്തിനൊക്കെ ഉള്ള ന്യൂനപക്ഷങ്ങളുള്ള സ്ഥലമല്ലേ UP, ബീഹാർ, ഇവിടെയൊക്കെ ബംഗാളൊക്കെ. എന്താണെന്ന് ബംഗാളിലൊക്കെ നടക്കുന്നത് BJP അധികാരത്തിൽ വന്നതിന് ശേഷം? അപ്പം ഞാൻ പറഞ്ഞു പോകുന്നത് വെച്ചാൽ, ലീഗ് എടുക്കുന്ന അവിടെ ഇങ്ങനെ, ഇവിടെ മുസ്ലിങ്ങളായിക്കോട്ടെ എന്ന്. ഇപ്പോൾ 2-3 വ്യക്തികളുടെ വിഷയം ഇതൊക്കെ എതിർപ്പല്ലല്ലോ, ഒരു മൗലികമായിട്ടുള്ള വിഷയമല്ലേ. ഇപ്പോൾ 93,60,000 വോട്ട് ഉള്ള മുസ്ലിം ന്യൂനപക്ഷം കേരളത്തിൽ, അത് മറ്റ് ന്യൂനപക്ഷങ്ങൾ അംഗീകരിക്കും ഇവരെ ഈ ലീഗ് എടുക്കുന്ന ഈ നിലപാട്? എന്ത് 5% വോട്ട് മാറിക്കഴിഞ്ഞാൽ, 5% വോട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 10 ലക്ഷത്തോളം വോട്ടായി. 10,70,000 വോട്ടായി. ഈ 10,70,000 വോട്ട് ഇടതുപക്ഷത്തിന്. അത് വേറൊരു വീഡിയോ ചെയ്യേണ്ടതുണ്ട്. ഈ ഇടതുപക്ഷത്തിന് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് അധികാരത്തിൽ വരുമോ? ഈ 10 ലക്ഷം വോട്ട് കേരളത്തിൽ മാറാൻ വലിയ പണിയുണ്ടോ? അപ്പോൾ എന്നും ഈ ഭരണം ഉണ്ടാവും എന്നുള്ള രീതിയിലൊരു നിലപാട് സ്വീകരിക്കാൻ പാടുണ്ടോ ആരെങ്കിലും? മറ്റൊരു കാര്യം, 62 മുക്കൂട്ട് മുന്നണിയുടെ ഭാഗമായിട്ട് അധികാരത്തിൽ വന്ന സമയത്ത് മറ്റേ തൊപ്പി വരാൻ വേണ്ടി പറഞ്ഞു സ്പീക്കറായ സീറ്റിലിരിക്കാൻ CH മുഹമ്മദയോട്. 67 EMS വന്നോ പറഞ്ഞു, നിങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് വന്നിട്ട് തൊപ്പി ഇല്ലാട്ടോ, എങ്ങനെയാണ് നിങ്ങൾ ഇരുന്നോളാൻ വേണ്ടി പറഞ്ഞു. ഈ കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷനിലും പഞ്ചായത്ത് ഇലക്ഷനിലും സത്യപ്രതിജ്ഞ ചെയ്തത് വന്ദേ മാതരം പാടിയിരുന്നു. അള്ളാഹുവിൻ്റെ നാമത്തിലല്ലേ തൊപ്പി വെച്ച്, അള്ളാഹുവിൻ്റെ നാമത്തിലല്ലേ ചൊല്ലിയത്? എന്തേ ഇപ്രാവശ്യം അങ്ങനെ മാറ്റിയത്? ഇതൊക്കെ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ അംഗീകരിക്കേണ്ടതാണ്. ഇപ്പോൾ PMC ഇപ്പോൾ ഒരു വലിയ വീരശൂര പരാക്രമണം. അദ്ദേഹം പറയുന്നത് വെച്ചാൽ, അഡ്വക്കേറ്റാണെന്നാണ് പറയുന്നത് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, അത് പൈസ വാങ്ങി ഒപ്പിടുന്നതിനെന്താ? പൈസ ഇട്ടല്ലോ ഒപ്പിടണം. ഏതൊക്കെ ഈ ചരിത്രം പഠിപ്പിക്കാതെ ചരിത്രം പഠിപ്പിക്കാതെ പൈസ തരും. മുഗളം 600 കൊല്ലക്കാലം ഇന്ത്യ ഭരിച്ച മുഗളന്മാർ ലോക GDPയുടെ 26% ബാക്കി വെച്ചിട്ടാണ് ബ്രിട്ടീഷുകാരെ ഏറ്റെടുത്തത്. മുസ്ലിം ന്യൂനപക്ഷം അന്നത്തെ മുഗളന്മാർ വിചാരിക്കണേ ഇന്ത്യ ന്യൂനപക്ഷമായിട്ടൊരു ഉത്തരവിൽ കൂടെ നടപ്പിലാക്കായിരുന്നു, ഒരു മുസ്ലിം രാഷ്ട്രമാക്കായിരുന്നു. അതിനുള്ള എല്ലാ പശ്ചാത്തലവും
അന്നത്തെ ഹിന്ദു വിഭാഗങ്ങളുടെ ഇടയിലുള്ള ഉദ്യോഗസ്ഥന്മാർ മറ്റു വിഭാഗങ്ങളെല്ലാം ഉണ്ടായിരുന്നല്ലോ. അവരത് ചെയ്തില്ല. അവരത് ചെയ്തില്ല. ഇന്ന് നമ്മൾ വടക്കേ ഇന്ത്യ സന്ദർശിക്കുന്ന അവിടെ ശിലകളിൽ കൊത്തിവെച്ചിട്ടുള്ള പേരുകളിൽ, സ്വാതന്ത്ര്യ സമരങ്ങളിൽ പേരുകളിൽ നല്ലൊരു ശതമാനം മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ പേരുകളാണ്. അങ്ങനെയുള്ള പറയുകയാണ് BSc ഞങ്ങൾ ചരിത്രം എന്താണെങ്കിലും പഠിപ്പിച്ചു തരാം. മൂളന്മാരെ ചരിത്രം എന്താണ് അത് പഠിപ്പിക്കുന്നില്ലെങ്കിൽ പഠിപ്പിക്കേണ്ട, ഞങ്ങൾ പൈസ കിട്ടിയാൽ മതി. വേറൊരു മാന്യം പറയുന്നത് വെച്ചാൽ ധീരശൂര പരാക്രമമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ മോഡിയുടെ വോട്ടല്ല ആരോ വോട്ടോ വേണമെങ്കിലും ചെറിയ പൈസ തരാണെങ്കിൽ വീടിൻ്റെ മുകളിൽ വെക്കുന്നുണ്ടെന്താ, ഞങ്ങൾ അതിന് ചെയ്യണം. ഞാനിത് പറയുമ്പോൾ അത് ഒരു മതേതരവാദി എന്ന നിലയിൽ വന്നു പോയതാണ് ഈ വീഡിയോയിൽ ഇതൊക്കെ കാണുന്ന സമയത്ത്. ഇപ്പോൾ സുപ്രീം കോടതിയിലുള്ള കേസടക്കം കുളത്തിലാവില്ലേ ഈ രീതിയിലാണെങ്കിൽ? ലീഗ് അവിടെ കക്ഷി ചേർന്നിരിക്കില്ലേ മുസ്ലിങ്ങളെ വെക്കാൻ പാടില്ല എന്ന്, കേരളത്തിൽ വെക്കാമെന്ന് പറയുന്നു. ഇത് സുപ്രീം കോടതി വരുന്ന വിധിയിൽ അത് സ്വാധീനിക്കില്ലേ? ഇവരെന്ത് പറയാം? ഇവിടെ കേരള ഗവൺമെൻറ് മുസ്ലിങ്ങളെ ആ സീറ്റ് 2 ഒഴിവിട്ടിട്ടാണ് ഇവിടെ ബോർഡ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ബോർഡിനോട് എതിർപ്പുണ്ടെങ്കിൽ വേറെ നിലപാട് അതൊക്കെ സ്വീകരിച്ചു. പക്ഷേ ഒരു മൗലികമായിട്ടുള്ള ഇന്ത്യയിലെ 24 കോടി വരുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽ ദോഷം വരുന്നു, കേരളത്തിലെ 1 കോടിയോളം വരുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ദോഷം വരുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന സമയത്ത് ലീഗ് എടുക്കുന്ന നിലപാട് ഇതാണോ? ഇത് ശക്തമായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ് മതേതരവാദികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തേണ്ട സമയമാണുള്ളത് കാര്യത്തിൽ തർക്കമില്ല. അത് ആലോചിക്കേണ്ടവർ ആലോചിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിങ്ങനെ വിട്ടുപോയാൽ നമ്മുടെ സംസ്ഥാനം വടക്കേന്ത്യയുടെ അതേ രീതിയിൽ തന്നെ നമ്മുടെ സംസ്ഥാനം മെല്ലെ 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 ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് കാണുമ്പോഴാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. ഓക്കെ.